ഇന്ന് നമ്മൾ നോക്കുന്നത് സീലിംഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ജസ്റ്റ് ഒരു റൂമിലേക്ക് ഒരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 വോള് വരച്ചിട്ട് അതിലേക്കാണ് സീലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ വോള് വരച്ചു. വോള് വരച്ചതിന് ശേഷം ഇതിലേക്ക് സീലിംഗ് കൊടുക്കാനായിട്ട് സീലിംഗ് പ്ലാൻ ഓപ്പൺ ചെയ്യാം. സോ ഓൾറെഡി ലെവൽ 1ഉം ലെവൽ 2 ഉണ്ട്. ഇതിൽ ലെവൽ 2ലേക്കാണ് സീലിംഗ് പ്ലാൻ വരയ്ക്കാൻ പോകുന്നത്. സീലിംഗ് പ്ലാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ലെവൽ 2 ഓപ്പൺ ചെയ്തു. അപ്പൊ ഇതിലേക്ക് സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചർ ടാബിൽ ബിൽഡ് പാനലിൽ തന്നെ സീലിംഗ് വരുന്നത്. അപ്പൊ പ്രോപ്പർട്ടി പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇതിൽ അണ്ടർലേ ഓപ്ഷൻസ് വരുന്നുണ്ട്, ബേസ് ലെവലും ടോപ്പ് ലെവലും. സോ ഇവിടെ നമുക്ക് ഈ ഒരു ബേസ് ലെവലും ടോപ്പ് ലെവലും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാൻ വിസിബിൾ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് വിസിബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അണ്ടർലേയിൽ പോയിട്ട് ബേസ് ലെവല് ലെവൽ 1ഉം അതുപോലെ ടോപ്പ് ലെവൽ ലെവൽ 2ഉം ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ പ്ലാൻ വിസിബിൾ ആയിട്ട് വരും. നെക്സ്റ്റ് ഇതിലേക്ക് സീലിംഗ് ആഡ് ചെയ്യാനായിട്ട് സീലിംഗ് സെലക്ട് ചെയ്തു. സീലിംഗ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ 2 ടൈപ്പ് സീലിംഗ് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് സീലിംഗും സ്കെച്ച് സീലിംഗും. ഓട്ടോമാറ്റിക് സീലിംഗ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീലിംഗ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഏത് ടൈപ്പ് സീലിംഗ് ആണെന്നുള്ളത് പ്രോപ്പർട്ടി പാനൽ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഈ പ്രോപ്പർട്ടീസ് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ടൈപ്പിൽ പോയി സ്ട്രക്ചർ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഏത് ലെവലിലാണോ കൊടുക്കേണ്ടത്, എത്ര ഹൈറ്റ് ഓഫ്സെറ്റിലാണോ കൊടുക്കേണ്ടത് എന്നുള്ളതും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. 3D വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീലിംഗ് ക്രിയേറ്റ് ചെയ്തത് കാണാനായിട്ട് പറ്റും. ഇതാണ് സീലിംഗ്. ഇനി ഈ സീലിംഗ് അല്ലാതെ ഒരു മെത്തഡ് കൂടി വരുന്നുണ്ട്, സ്കെച്ച് സീലിംഗ്. സ്കെച്ച് സീലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഒരു സീലിംഗ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിലേക്ക് സീലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു സീലിംഗിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് താഴേക്ക് ഒരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ആദ്യം ഈ സീലിംഗിനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടാബ് കീ യൂസ് ചെയ്ത് സീലിംഗിനെ സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് എടുത്തിട്ടായാലും സെലക്ട് ചെയ്യാം. സീലിംഗിനെ സെലക്ട് ചെയ്ത് എഡിറ്റ് ബൗണ്ടറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീലിംഗിൽ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഇതിന്റെ ഒരു മിഡ് പോയിന്റ് എടുത്ത് ഒരു ലൈൻ വരച്ച് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യണം. 1700 ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു ലൈനിനെ ഡിലീറ്റ് ചെയ്ത് കളയാം, ക്ലോസ്ഡ് ലൂപ്പ് ആക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പിന്റെ അകത്ത് വേറൊരു ക്ലോസ്ഡ് ലൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇതൊരു ഓപ്പണിംഗ് ആയിട്ട് മാറി. ഇനി ഇതിലേക്ക് ഈ ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് താഴെ പ്രൊജക്ട് ചെയ്ത് വരുന്ന രീതിയിൽ അടുത്തൊരു സീലിംഗ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും സീലിംഗ് സെലക്ട് ചെയ്ത് സ്കെച്ച് സീലിംഗ് സെലക്ട് ചെയ്യാം. സ്കെച്ച് സീലിംഗ് സെലക്ട് ചെയ്തു. ഓൾറെഡി ഇവിടെ സീലിംഗ് ലെവൽ 1ൽ നിന്നും 2600 mm ഓഫ്സെറ്റിലാണ്. അതിനും താഴെ വരുന്നതിന് വേണ്ടി 2400 ഓഫ്സെറ്റ് കൊടുത്ത് താഴെ ഒരു സീലിംഗും കൂടി ക്രിയേറ്റ് ചെയ്യാം. ആ വരയ്ക്കുന്ന സീലിംഗ് കുറച്ചുകൂടി റേഡിയസ് കൂടുതലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സീലിംഗ് ക്രിയേറ്റ് ചെയ്തു. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സീലിംഗ് ക്രിയേറ്റ് ആയിട്ട് വന്നു. ഈ ഒരു വോൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സീലിംഗ് വന്നിട്ടുള്ളതെന്ന് കാണാനായിട്ട്. ഇവിടെ ലെവൽ 1ൽ നിന്ന് 2400ഉം ഇവിടെ ലെവൽ 2ൽ നിന്ന് 2600 ആണ്. ലെവലിന്റെ കൂടി ചേഞ്ച് ഇവിടെ മാറ്റുന്നുണ്ട്. ഇപ്പോ 2 സീലിംഗും ഇതേപോലെ വന്നിട്ടുണ്ട്. ഇനി ഈ 2 സീലിംഗിനെയും തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വോള് യൂസ് ചെയ്ത് കണക്ട് ചെയ്യാം. ആർക്കിടെക്ചർ ടാബിൽ വോൾ ആർക്കിടെക്ചറിൽ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ജനറിക് വോള് അല്ലെങ്കിൽ പാർട്ടീഷൻ വോൾസ് ആയാലും മതി, ഒരു വോള് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടിക്ക് ലൈൻ യൂസ് ചെയ്ത് ഇതിൽ നിന്ന് കുറച്ച് ഓഫ്സെറ്റ് ആഡ് ചെയ്തിട്ട് വോള് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ വോള് ക്രിയേറ്റ് ചെയ്തു. വോള് ക്രിയേറ്റ് ചെയ്തത് ഇതാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വോളിനെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി വോളിനെ സെലക്ട് ചെയ്ത് അറ്റാച്ച് ടോപ്പ് ഓർ ബേസ് ക്ലിക്ക് ചെയ്യാം. വോളിന്റെ ടോപ്പ് അറ്റാച്ച് ആവേണ്ടത് ഈ ഒരു മെയിൻ സീലിംഗിലേക്കും
വോളിന്റെ ബേസ് അറ്റാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ചെറിയ സീലിംഗിലേക്കും. സോ ഇങ്ങനെ സീലിംഗ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. റിയലിസ്റ്റിക് വ്യൂ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഈ സീലിങ്ങിന്റെ മെറ്റീരിയലും കാര്യങ്ങളും ഏതാണെന്ന് കാണാനായിട്ട് പറ്റും. ഇതാണ് സീലിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്.